ധർമ്മസ്ഥലയില് ഈ പരാതിക്കാരന് കേരള സർക്കാരിന്റെ ഒരു പിന്തുണയുണ്ട് എന്നാണ് ആർ അശോക. എവിടെ എന്ത് നടന്നാലും കേരളത്തിനൊരു സമാധാനമില്ല. ഒരു സമാധാനമില്ല. അപ്പോൾ അല്ല, എനിക്ക് തോന്നുന്നത് കേരളത്തിൽ സ്വാഭാവികമായും ഇത്രയും ഗൗരവമുള്ള ഒരു വിഷയം, ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാകുമ്പോൾ അതിൻ്റെതായ ഒരു ശ്രദ്ധ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള എല്ലാ മാധ്യമങ്ങളും അവിടെ, ഇപ്പം നമ്മുടെ അടക്കം റിപ്പോർട്ടർ അവിടെ ധർമ്മസ്ഥലയിൽ തന്നെ നിൽക്കുന്നുണ്ട്. എല്ലാവരും അത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പരിശോധിക്കാൻ നിൽക്കുന്നു. മലയാളികളടക്കം ഒത്തിരി പേര് ജീവിക്കുന്ന പ്രദേശമാണത്. നമ്മൾ സ്വാഭാവികമായും ക്ഷേത്രത്തിലേക്ക് പോകുന്നതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനാണ്. അല്ലാതെ തന്നെ അതെ തീർച്ചയായും. അപ്പോൾ ഇതിനൊരു വാർത്താ മൂല്യം കൂടിയുണ്ട് ആ നിലയ്ക്ക്. അപ്പോൾ അത് എന്താണ് സംഭവിച്ചതെന്ന് അറിയണമല്ലോ. അപ്പോൾ അങ്ങനെ ആ നിലയ്ക്ക് എല്ലാവരും പോകുമ്പോൾ അവിടെ നിന്നുണ്ടായ ആരോപണം, പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം എന്ന് പറയുന്നത് കേരളമാണ് ഇതിൻ്റെ പിന്നിൽ, ഈ ആരോപണത്തിന് പിന്നിൽ നിന്നായിരുന്നു. ഇനിയിപ്പോൾ ആ ആരോപണം ഉണ്ടാവില്ല. കാരണം അവിടെ നിന്ന് ഈ 15 സ്ഥലങ്ങളാണ് ഇയാൾ തിരിച്ചറിഞ്ഞത്. ഈ തിരിച്ചറിയുക എന്നുള്ളത് വലിയൊരു പ്രക്രിയയാണ്. കാരണം ഇത് ഈ പറഞ്ഞ സ്ഥലത്ത് തന്നെ ആയിക്കൊള്ളണമെന്നില്ല. അതൊന്നും അവിടെ പക്ഷേ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം 10 വർഷം മുമ്പ് കുഴിച്ചിട്ട മൃതദേഹങ്ങളുടെ കാര്യമാണ് ഈ പറയുന്നത്. അതിനും മുമ്പ് 10 വർഷം എന്നുള്ളത് ഏറ്റവും കുറഞ്ഞ കാലയളവാണ്. അതിനു മുമ്പ് കുഴിച്ചിട്ട മൃതദേഹങ്ങൾ, ഇത് വനപ്രദേശമാണ്. ഒരു വനപ്രദേശത്ത് 10 വർഷം കൊണ്ട് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാവും. അതങ്ങനെ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയില്ല. പക്ഷേ എന്നിട്ടും 15 പോയിന്റുകൾ ഇയാൾ കണ്ടെത്തുകയാണ്. കണ്ടെത്തിയ പോയിന്റുകളിലാണ് കുഴിച്ചു നോക്കുന്നത്. ഈ വിഷയത്തോട് അവിടെ സർക്കാർ സമീപിച്ചിരിക്കുന്ന സമീപനം എന്ന് പറയുന്നത്, ഇപ്പോൾ അതിനകത്ത് എത്രത്തോളം ഉണ്ട് വസ്തുത എന്നറിയില്ല. പക്ഷേ ഈ SIT തലവനെ മാറ്റുക എന്നുള്ളതിലേക്ക് കാര്യങ്ങൾ ഇപ്പം പോകുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.